ഹലോ ഗൈസ്, വെൽക്കം. ഞാനിന്നുള്ളത് മാഗ്ഡബുർഗിലാണ്. മാഗ്ഡബുർഗ് സാക്സൺ ആൻഡ് ഹൾട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇതാണ് മാഗ്ഡബുർഗ് റെയിൽവേ സ്റ്റേഷൻ. ഹബ് ആൻഡ് ഹോപ്പ് വലിയൊരു സ്റ്റേഷൻ ഉണ്ടോ, ഭയങ്കര രസമാണ് കാണാൻ നമുക്ക്. പിന്നെ അത് അവിടെ ഇരിക്കുന്ന സ്പൈഡർമാനൊക്കെ ഉണ്ടോ, അത് തിയേറ്ററാണ്. സ്പൈഡർമാനെ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതൊരു മോളെന്തോ ആണ്, അങ്ങനെയൊക്കെ പഴയ ടൈപ്പ് ട്രാം തന്നെ ഉണ്ട്. വന്ന ഉടനെ തന്നെ വിശപ്പായി, നല്ല വിശപ്പുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളതിൽ ഇവരുടെ ഒറിജിൻ ചെയ്തേക്കുന്ന, ഇവിടെ തന്നെ ഒറിജിൻ ചെയ്തേക്കുന്ന, ഈ സ്റ്റേറ്റിൽ ഒറിജിൻ ചെയ്തേക്കുന്ന ഫുഡ് ഒരു കേക്കാണ്, ബൗം കൂഹൻ എന്ന് പറഞ്ഞു. ഞാൻ ആ കേക്ക് തപ്പി നടക്കുകയാണ് ഇപ്പം. അതിപ്പോൾ കിട്ടുമായിരിക്കും, കുറച്ച് ദൂരം ഉള്ളാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു ബേക്കറിയിലോട്ട് ഞാൻ പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ഈ നോക്ക്, വലിയൊരു സിറ്റിയാണ്, നല്ല രസമുണ്ട് കണ്ടോ, മഞ്ഞ ബിൽഡിങ് കൊള്ളാം. ഞാൻ നേരത്തെ കണ്ടതൊരു ഹോട്ടലായിരുന്നു, കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇനി മുമ്പോട്ട് നടക്കുകയാണ്. ഇതേ ഒരു ചേച്ചി ഇരിക്കുന്നു, ചേച്ചിയല്ല, സ്റ്റാച്ചു. ഇതുണ്ടോ, പുള്ളിക്കാരത്തി എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചി പറയാനുള്ള കാര്യങ്ങൾ പറയൂ. നിന്നെ ആർക്ക് വേണം? സ്തംഭിച്ച് നിൽക്കല്ലേ ഇങ്ങനെ. ചിലപ്പോൾ ആ ഹോട്ടലാണോ എന്താണോ, ആ ബിൽഡിങ്ങിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണോ ഇനി അങ്ങോട്ട് പോകണില്ല. ഓ, സൂര്യകാന്തി. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. കൊള്ളാട്ടോ, പറ്റിയൊരു പ്രസ്ഥാനമാണ്. ഇതുണ്ടാ, അവരുണ്ട് പൂ കൊടുക്കണ പോലെ നീട്ടിയിട്ട് അത് മേടിക്കുന്നവരുടെ പൈസ മേടിക്കുന്നു. അണിഞ്ഞൊരുങ്ങി നടന്ന് പറ്റിക്കലാണ് പരിപാടി. ഇപ്പം ഹലോ, എന്താക്കെ തുപ്പു ചിരിച്ചോണ്ടൊന്ന് എൻ്റെ നേരം നീട്ടി. നമ്മൾ മേടിക്കുമോ? നമ്മൾ മറ്റേ അപ്പോഴുള്ള പേര് പുള്ളിയുടെ വീഡിയോ കാണുന്നതാണ്. ഇതുപോലുള്ള പറ്റീരുകാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. പിന്നെ ചിരിച്ചോണ്ട് വന്നാൽ ഞാൻ മേടിക്കല്ലേ, ഓടി കിടന്നു. ഇതവരാണ്, എനിക്ക് ട്രിക്ക് മനസ്സിലായി. അവരാ സാധനം കൊണ്ട് നീട്ടും, പൂ കൊണ്ട് നീട്ടും. എന്നിട്ട് നമ്മളത് മേടിച്ച് കഴിയുമ്പോൾ ഇത് എന്തോ ചാരിറ്റിക്ക് വേണ്ടിയാണ്, കുറച്ച് പൈസ തരണം എന്ന് പറയും. എന്നിട്ട് പൈസ മേടിക്കും. കുറേ കണ്ടിട്ടുണ്ട്, അനേകം വേണ്ട, പോകുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, കുറച്ചുകൂടെ ദൂരമുണ്ട്. എന്താ, 4 മിനിറ്റ് ഇവിടെ നടക്കാനുണ്ട്. ഈ നടന്ന് എത്തിപ്പോൾ വരാം. എൻ്റെ പൊന്നെ, ഇതാ അങ്ങോട്ട് നോക്കി. വണ്ടി സൂം എനിക്ക് ഇത്തിരി ഉള്ളൂ, പക്ഷേ ഇത് നോക്ക്. എൻ്റെ ഇവിടുന്ന് അത് കാണണം, നേരിട്ട് കാണുമ്പോൾ ഒരു ഫീലുണ്ട്. ഇജാതി സാധനം. ഇത് അവിടെ ഒരു പാലമുണ്ട്, ഒരു വലിയ പാലം. പക്ഷെ അതിലൊന്നും പോകാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ആ പള്ളി ആ നിൽക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ, എന്ത് വലിപ്പാന്നോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ അതിന് മുമ്പേ ഫുഡ് കഴിക്കണം. അത് തപ്പിയാണ് ഞാനിവിടെ ഇറങ്ങിയത്. നമ്മുടെ ടാസ്ക് നമ്പർ 1, ഇവിടുത്തെ ഫേമസ് ഫുഡ് കഴിക്കുക, അഥവാ ഇവിടെ ഒറിജിൻ ചെയ്ത ഫുഡ് കഴിക്കുക. പിന്നെ ഇത് അവിടെ ഉള്ള ബിൽഡിങ് കാണണം, വളഞ്ഞ് ഉണ്ടാക്കിയേക്കണം. അതുണ്ടോ, അത് കാണാൻ പറ്റത്തില്ല ഇവിടെ നോക്കിയാൽ.
അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നോക്കാം. എനിവേസ് ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഞാൻ തപ്പിക്കൊണ്ട് കിടന്ന കട എൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പോയി അവിടെ ഇവിടുത്തെ ഫേമസ് ഫുഡായ ബാം കൂഹൻ മേടിക്കാം. ലെറ്റ്സ് ഗോ. കിട്ടി ഗൈസ്. അങ്ങനെ ബാം കൂഹൻ കിട്ടി. അതിൻ്റെ ഒരു പീസ് മേടിച്ചതിന് 2.25 യൂറോ, അതായത് 215 രൂപ. 215 രൂപ ആയതുകൊണ്ട് ഞാൻ ഒരു സ്റ്റുക്കേ മേടിച്ചുള്ളൂ, ഒരു പീസ് മാത്രമേ മേടിച്ചുള്ളൂ. അല്ലാതെ അതിൻ്റെ ഒരു മറ്റൊരു ഫുൾ കേക്ക് മേടിക്കണമെങ്കിൽ കേട്ടല്ലോ 21 യൂറോ എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ വെച്ച് നോക്കുന്നതിൻ്റെ പ്രശ്നം കേട്ടോ. 21 യൂറോ എന്ന് പറഞ്ഞാൽ 2100 രൂപ. 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? അത്രയും പൈസ കളയാൻ എനിക്കില്ല. സോ അതുകൊണ്ട് ഞാൻ ഒരൊറ്റ പീസ് മേടിച്ച് പരിപാടി ഒതുക്കി. ഇനി ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതാണ് ബാം കൂഹൻ. ഈ മണം എനിക്ക് എവിടെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു മണം. വൈറ്റ് ചോക്ലേറ്റ് തന്നെ ആയിരിക്കും പുറത്തോടെ. അതൊക്കെ കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാമോന്ന് ചോദിച്ചാൽ കൊള്ളാം, പക്ഷെ ഒത്തിരി കഴിച്ചാൽ നമുക്ക് മട്ടിക്കും, നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷെ മധുരമുണ്ട്, നല്ല മധുരമുണ്ട്, പക്ഷെ നല്ല സോഫ്റ്റാണ്. കണ്ടാൽ കല്ല് പോലെ ഇരിക്കുമെങ്കിലും നല്ല സോഫ്റ്റ് കേക്കാണ്. ഒരു പേടയുടെ ഒക്കെ ടേസ്റ്റില്ലേ, നാട്ടിൽ കിട്ടുന്ന പേട, അതിൻ്റെ ഒരു ടേസ്റ്റ്. കുഴപ്പമില്ല. ഞാൻ ഇനി കഴിച്ച് തീർത്തിട്ട് ബാക്കി പറയാം. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാനതിന് റേറ്റിംഗ് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് ഒരു വുർസ്റ്റായിരുന്നു, ഒരു സോസേജ് ആയിരുന്നു. അത് കുറേ കൂടെ ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഇതൊരു കേക്കാണല്ലോ, ഇപ്പം നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. ക്വാണ്ടിറ്റി കുറവാണ്. 2.25 യൂറോയ്ക്ക് നല്ല കുറവാണെന്നാണ് എനിക്ക് തോന്നണത്. എനിക്കത് അത് കഴിച്ച വയറെന്നറിയില്ല. അത് നമ്മൾ കേക്കാണല്ലോ. ക്വാണ്ടിറ്റി വൈസ് പറയുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. അതുകൊണ്ട് 10ൽ 3 കൊടുക്കാൻ പറ്റുള്ളൂ. 2.25 യൂറോയ്ക്ക് 215 രൂപയ്ക്ക് നമുക്കത് കഴിക്കുന്ന വರ್ತല്ല. പിന്നെ ടേസ്റ്റ് വൈസ് കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമല്ല. അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും പിന്നെ എനിക്കത് മടുത്തു കുറേ തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അതുകൊണ്ടും മൊത്തത്തിൽ പറയുമ്പോൾ ഞാനൊരു 6 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ടേസ്റ്റ് വൈസ് 6, ടേസ്റ്റും ക്വാളിറ്റിയും 6. അങ്ങനെ നോക്ക്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വളഞ്ഞിരിക്കുന്ന ബിൽഡിംഗ്. ആര് പണിയുന്നറ ഇതല്ല. ഇതുപോലെ വേറെന്തൊരു സാധനം കൂടെ ഉണ്ട് ഇവിടെ. അത് ഞാൻ തപ്പി നടക്കുക, കണ്ടുപിടിക്കണം. സൂപ്പറായിട്ടാ. മാഗ്ഡബുക്ക് ടീമിൻ്റെ ഒഫീഷ്യൽ ഷോപ്പാണ്. അവരുടെ മുമ്പിലെ ലൈറ്റ് കത്തുമായിരിക്കും ചിലപ്പോൾ. ലൈറ്റ് അത് തെളിയും രാത്രിയാകുമ്പോൾ. കൊള്ളാം. സോറി, ഞാൻ മണ്ടത്തരം പറഞ്ഞു. ഇത് അവരുടെ ഒഫീഷ്യൽ ഷോപ്പല്ല, അവരുടെ ഗാലറിയാണ്. അതായത് അവരുടെ ട്രോഫികൾ, അവരുടെ സാധനങ്ങളെല്ലാം വെക്കുന്ന സ്ഥലം. തെറ്റിപ്പോയി, മൈ ബാഡ്. നമുക്കൊരു ഫാമിലി ഫുള്ളുണ്ട്. പേടിയാവുന്നു. പക്ഷേ കണ്ട ഇതിനൊക്കെ രാത്രി ഇരുട്ടത്ത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോലും.
ഇത് നോക്ക്, ഇതെന്താ സാധനം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. പക്ഷെ തൂണ് വരെ കണ്ട എന്തൊക്കെയോ വെച്ച് പണിതേക്കുന്നവരില്ലേ, എല്ലാം അവിടെ ഇവിടെ ഇട്ട്. ഇത് പെയിൻറ്റിൻ്റെ ആണോ, അതൊരു ഇല്യൂഷൻ പോലെ തോന്നും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയിരിക്കുന്ന പോലെയൊക്കെ. ഇതെന്താ അപ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നു കേട്ടോ. അപ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല, വേറെന്തോ. ഇത് ഇവിടെ പല സാധനങ്ങളുണ്ട് കേട്ടോ. കാണിച്ചു തരാം ഫ്രണ്ടിൽ നിന്ന്. ആദ്യ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറാവോ? പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. ഇതൊക്കെ കാണാൻ വേണ്ടി നടക്കണ്ടേ? ഇല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് എന്ത് ഗുണം? ഒരു ഗുണമില്ല. ഇത് നമ്മൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ നടക്കണം. ഇപ്പം നമുക്ക് ബാക്കി സ്ഥലങ്ങളിലോട്ട് പോകാം. വലിയ ഡോമിൻ്റെ ഫ്രണ്ടിൽ എത്തി ഗൈസ്. നോക്കൂ, അടുത്തോട്ട് പോവാം. പണ്ട് കാലത്ത് തന്നെ ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഒടുക്കത്തെ കാറ്റ്, അയ്യാ എന്ത് വലിപ്പമല്ലേ! ഇതിൻ്റെ ഒക്കെ മേളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. കയറാൻ പറ്റുമോ നോക്കാം. ഭയങ്കര സമാധാനമുള്ള സ്ഥലമാണ്. ഭയങ്കര സമാധാനം ഇവിടെ. ഇങ്ങനെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം. ഞാനിത് നടന്നിടന്ന് എവിടേക്കാണ് പോകണേ, ഇവിടെ വഴി തീർന്നു പോകുമെന്ന് എനിക്കറിയത്തില്ല. വഴി തീർന്നില്ലേ? നടന്നു നോക്കാം. എന്ത് രസമാണ് ഇവിടെ. ഇത് ചുമ്മാ വന്ന് ഇവിടെ ഇരുന്നാൽ മതി, നമുക്ക് ഇത്തിരി സമാധാനമൊക്കെ കിട്ടും. പക്ഷെ എന്നാലും അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ. വഴി തീരല്ലേ. തീർന്നില്ല. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് വന്നു. നോക്ക്, ചെടി വൃത്തി ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഇട്ടേക്കുന്നു. പൂക്കൾ ബാക്കിൽ, പിന്നെ ചെടി ഭിത്തിയിലൂടെ. ഇജാതി വൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സമാധാനമുള്ള നല്ല സ്ഥലമാണ്. നല്ല സമാധാനമുണ്ട്. സമാധാനം പോകാണ്ടിരുന്നാൽ മതി. അവിടെ എന്തോ സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലോട്ടൊന്നും പോകാൻ പറ്റില്ലായിരിക്കും. അതിലെന്തോ വെള്ളമാണ്, അത് പാലമൊക്കെ ഉണ്ട്. ഇതെന്താ മാപ്പ? ഇതത് പള്ളി, ഇതെന്തൊക്കെയോ സാധനങ്ങൾ.
അങ്ങോട്ട് നോക്കും, നല്ല രസമാണ്. പയ്യൻ നടന്നു നോക്കാം. വഴിയുടെ മുകളിൽ കൂടെയുള്ള ലേഓവറാണ് ഗൈസ്. ദൂരം വണ്ടിയാണ് പോണേ. പക്ഷേ മുമ്പിലൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇന്നാളം എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നാളം കയാക്കിങ് ചെയ്ത ആ സെയിം റിവർ ഒഴുകി വരുന്നതാണ് ഇത്. എൽബെ റിവറാണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ കുറേ ആൾക്കാരിരിക്കുന്ന കല്ലിൽ. ഇവിടെയൊക്കെ സൈഡിൽ കൂടെ ഇരിക്കാം. സമാധാനം വേണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരണം. അവിടെ രണ്ടുപേരും ഇരിക്കുന്നു. നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങിയാലോ? വേണ്ട അല്ലേ, റിസ്ക്കാണ്. നല്ല ഒഴുക്കുണ്ട്, നോക്ക്, ഭയങ്കര ഒഴുക്കാണ് അവിടെ. ഇങ്ങനെ നടന്നങ്ങ് പോകാം മുമ്പോട്ട്. രസമുണ്ട്. ഓ ഗായ്സ്, ഞാനിവിടെ വന്നിട്ടിപ്പതേ 4ാമത്തെ തവണയാണ് ഈ സാധനം കാണുന്നത്. നമ്മുടെ പെട്ടി ട്രഷ, അതും ആപ്പയുടെ പെട്ടി ട്രഷ. ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നത്? ഫ്രണ്ടിൽ ആപ്പയെന്ന് എഴുതിയിട്ടുണ്ട്. ആപ്പയുടെ പെട്ടി ട്രഷ, അത് നീലക്കളർ, റേറ്റാണ്. സമാധാനം കിട്ടാൻ മരത്തിൻ്റെ ചുവട്ടിൽ ബെഞ്ച് ഇട്ടേക്കുന്നു, അതും റൗണ്ട് ബെഞ്ച്. തടിയാണോ? ആ അതെ, തടി, മരത്തിൻ്റെ ബെഞ്ചാണത്. തടീനെ എങ്ങനെ ഇങ്ങനെയൊക്കെ വളയ്ക്കുന്നത്? കഴിവുള്ളവരുടെ പരിപാടി കേട്ടോ, നമ്മളതിൽ ചോദ്യം ചോദിക്കുന്നില്ല. എന്തായാലും ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. അമ്മേ, നടന്നു മടുത്തു. കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇതൊക്കെ ഒരു ബിൽഡിങ്ങിൽ ചെടി പിടിപ്പിച്ചേക്കുന്നുണ്ട്. ഭയങ്കര റെഡ് മഞ്ഞ. പുറകിലെ പള്ളി. ഐ ലവ് മാഗ്ഡബർഗ്, അതിൻ്റെ ചിഹ്നമാണിത്. ഇവിടെയും എന്തോ പഴയ ബിൽഡിംഗ്, ചെറിയ ഫൗണ്ടൻ. രസമാട്ടോ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാൻ. കുറേ കടകളുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് വെറുതെ നടക്കാം, എന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചേതക്ക് പോലെ ഇരിക്കുന്ന വണ്ടി. ചേതക്കല്ല, അതുപോലെ ഇരിക്കുന്ന വണ്ടി. മഴ പെയ്തു ഗൈസ്. ഇതാണ് ബാനോഫിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ കുറേ കസേര ഇട്ടിട്ടില്ലേ, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. മഴ തുടങ്ങുന്നേ ഉള്ളൂ, തൂളുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി നടക്കാൻ പോയില്ല, തിരിച്ചിങ്ങ് പോന്നു. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. മഴ കാരണവും അടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വണ്ടി തിരിച്ച് വീട്ടിലോട്ടുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ബാക്കി വീഡിയോകളായിട്ട് ഞാൻ വരും. ബാക്കി സ്റ്റേറ്റ്സിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.